ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹാ, അതിൻ്റെ പ്രകാശത്തെയും ആണ് സത്യം. സൂര്യനെ സത്യം ചെയ്യാനുള്ള കാരണമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സത്യം ചെയ്യുന്നുണ്ടെന്നറിയോ നിങ്ങള്? ധാരാളം സത്യങ്ങൾ ചെയ്യുന്നുണ്ട്. സൂര്യനെ കൊണ്ട് സത്യം, ഖമറിനെ കൊണ്ട് സത്യം, ലൈല് കൊണ്ട് സത്യം, നഹാർ കൊണ്ട് സത്യം, ആകാശം കൊണ്ട് സത്യം, ഭൂമി കൊണ്ട് സത്യം, മനുഷ്യ ശരീരം കൊണ്ട് സത്യം. ഇങ്ങനെ 7 നമുക്ക് ചുരുക്കാം. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിനും കൂടുതലുണ്ടാവും. വശംസി കഴിഞ്ഞിട്ട് പിന്നെ വളുഹാഹാ എന്നുണ്ട്. അതും വേറെ വേറെ സത്യമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അപ്പൊ എത്രമാവും? അപ്പോ 3 കൂടി കൂട്ടേണ്ടി വരും. 3 അല്ല 4 കൂടി കൂട്ടേണ്ടി വരും. മനസ്സിലായ? അപ്പൊ 7 4 11 വശംസി വളുഹാഹ എന്നുള്ളത് വളുഹാഹ വേറെ, വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോന്നിട്ട് വസ്സമായി വമാ ബനാഹ, വമാ ബനാഹ വേറെ കൂട്ടുക, വൽ അർളി വമാ ത്വഹാഹ, വമാ ത്വഹാഹ വേറെ കൂട്ടി. അപ്പൊ ഇവിടെ എത്രണ്ണായി? 3 ഉണ്ടാവുള്ളൂ അല്ലേ? 1 2 3 പിന്നെ ഒമാ സൗവാഹി, അങ്ങനെ 4 കൂടി എക്സ്ട്രാ കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടുമ്പോൾ 11 സത്യം വരും ഇവിടെ. ചുരുങ്ങിയതൊരു 7 പിടിക്കുക നമ്മള്. മുഫസ്സിരീങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെയും പറഞ്ഞതായി കാണാൻ കഴിയും. എന്നാലും ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും 7 സത്യം എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ സത്യം ചെയ്തത് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലോകത്തെയും വസ്തുക്കളെ പരാമർശിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. 2 ലോകം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോകങ്ങൾ കുറെ ഉണ്ട്. ആലമുസ് സുഫ്ല, ആലമുൽ ഉല്യ, ഇങ്ങനെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. വേറെയും ആലമുകൾ ഉണ്ട് ട്ടാ. ആലമുൽ മലായിക്കത്ത്, ആലമുൽ ഇൻസാന്, ആലമുൽ ഹയവാന് എന്ന് തുടങ്ങി പിന്നെ ആലമു ഉല്യ, ആലമു സുഫ്ല, ആലമു നബാത്താത്ത്, പിന്നെ വേറെയും പറയാൻ സൂഫിയാക്കളുടെ ലോകത്തേക്കാണ്ട് കടന്നാല് ആലമുൽ മലക്കൂത്ത്, ആലമുൽ ജബറൂത്ത്, ആലമുൽ നാസൂത്ത്, അങ്ങനെയും പറയുന്നുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിലേക്ക് കടന്നാൽ എന്ത് ചെയ്യും? വിഷയം വിശാലമായി പോകും. പിന്നെ നമ്മളെ സമയം ഇതൊന്ന് തീർക്കണം. ഈ സൂറത്ത് ഇൻഷാ അല്ലാഹ് അതൊക്കെ പരാമർശം വരും. ആ വരും. അതിന്റെ ഇടയ്ക്ക് നമുക്കത് എന്ത് ചെയ്യാ പറയാവുന്നതാണ്. കേൾക്കുന്നില്ല സഹോദരന്മാരെ? കേൾക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ 2 ആലമു, ഒന്ന് ആലമുൽ ഉല്യ വ ആലമുസ് സുഫ്ല. ഉല്യ എന്ന് പറഞ്ഞ മേൽഭാഗത്തുള്ള ആലം, സമാവിയായ ലോകം, ആകാശലോകം. ആലമുസ് സുഫ്ല എന്ന് പറഞ്ഞാല് ഈ ഭൂമി ലോകം. ആലമുൽ അർദ്, ആലമുസ് സമാ, അങ്ങനെയും പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 2 ആലമു കൊണ്ട്, ആലമിലുള്ള വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? കേൾക്കുന്നുണ്ട് ആയിക്കോട്ടെ. രഹസ്യം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ പറഞ്ഞത് കാണാൻ കഴിയും.
അള്ളാഹു അവരുടെ ഉലൂമിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അഖ്സമ ഹുനാ ബിശൈഇൻ മിനൽ ആലമിൽ ഉൽവാ വൽ ആലമിസ് സുഫ്ലാ. ഭൂമി ലോകം കൊണ്ടും ആകാശലോകത്തിലുള്ള വസ്തുക്കളെ കൊണ്ടും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാനുള്ള കാരണം ഒന്ന് വശംസ് വദുഹാഹ, അത് ആലമുസ് സുഫ്ലയിലുള്ളതാണ്, ആലമുൽ ഉൽയയിലുള്ളതാണത്. വൽ ഖമരി ഇദാ തലാഹ, അതും അങ്ങനെ തന്നെ. വന്നഹാരി ഇദാ ജല്ലാഹ, അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. വൽ അർളി വമാ ത്വഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. അപ്പോ വൽ അർളി വമാ ത്വഹാഹ വരെ ആലമുൽ ഉല്യ, ആലമുൽ ഉല്യ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കേണ്ട, ആകാശലോകം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ചുറ്റിട്ട് അങ്ങനെ പറയുള്ളൂ. ആലമുസ് സുഫ്ല എന്ന് പറഞ്ഞാല് ഭൂമി ലോകം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത് പിന്നെ അർത്ഥം ഓടിച്ചൊന്ന് പറയാവോ എന്നാണ്. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ നമ്മളിപ്പോ ഈ ആശയം പഠിക്കലാണ്, അർത്ഥം പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അറിയിക്കുകയാണ്. ഇത് സുഹൃത്ത് അർത്ഥം ഒന്ന് ഓടിച്ചു പറയാമോ എന്ന് ചോദിക്കണം. ആശയങ്ങൾ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അർത്ഥം ഇപ്പൊ എങ്ങനെയായാലും ഇപ്പൊ നമ്മളെ ഈ ഒന്നാമത്തെ കൂടുതലും ഉസ്താദുമാരല്ലാത്ത ആളുകൾ അവർക്കൊന്നും ഇപ്പൊ ഈ അർത്ഥം ഓരോ പദത്തിന്റെയും അർത്ഥം ഒന്നും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇതിനൊക്കെ ശരിക്കും ഗ്രാമർ പഠിക്കണ്ടേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണ, ആശയങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യണേ, ആശയം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കരുത് എന്നൊക്കെയാണ് ഖുർആനിലുള്ളത്. അല്ലേ? നോക്കി നിങ്ങൾ ഒരു മിനിറ്റ് പോരാ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സത്യം ചെയ്യാൻ കാരണം ആലമുൽ ഉല്യയിലുള്ളത് വസ്തുക്കളെ കൊണ്ടും ആലമു സുഫ്ലയിലുള്ള വസ്തുക്കളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തു. ആകാശം, അപ്പോ ആലമുൽ ഉല്യയിലുള്ള വസ്തുക്കളെ കൊണ്ടും ആലമു സുഫ്ലയിലുള്ള വസ്തുക്കളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തതിന് ശേഷം പിന്നെ അല്ലാഹു സത്യം ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? വനഫ്സിൻ വമാ സവ്വാഹാന. വനഫ്സിൻ, ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ സംവിധാനിച്ചവനെ തന്നെയും, അല്ലെ അതിനെ സംവിധാനിച്ച വസ്തുക്കളെ കൊണ്ടും. എന്തിനാ അങ്ങനെ സത്യം ചെയ്തത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. വബിമാ ഹുവ ആലത്തു തഫക്കുരി. നടത്തിയിട്ടില്ല, ഞാനത് സത്യം ചെയ്യാനുള്ള കാരണം പറയാണ്, നമ്മളെ ആശയ വിശദീകരണം നടത്തിയിട്ടില്ല. വബിമാ ഹുവ ആലത്തു തഫക്കുരി, പിന്നെന്തുകൊണ്ടും സത്യം ചെയ്തു? ചിന്തയുടെ ആലത്തുകൊണ്ട്. ചിന്തിക്കേണ്ട ആലത്ത്, നമ്മൾ ചിന്തിക്കേണ്ട പിന്നെ ആയുധം, ചിന്തിക്കേണ്ട വസ്തു ഏതാണ്? നമ്മുടെ ശരീരത്തിലുള്ള ബുദ്ധിയല്ലേ. അതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു. പിന്നെ ഇവിടെ നഫ്സ് എന്ന് പറഞ്ഞാല് ശരീരം എന്നല്ല, നഫ്സിന് ബുദ്ധി, അഖൽ എന്നും കൂടി അർത്ഥമുണ്ടല്ലോ. അതെന്തിനാണ് അങ്ങനെ സത്യം ചെയ്തത്? അത് സൂര്യന്റെ മഹത്വം, സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിലിങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അതേ പ്രകാരം തന്നെ
നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും അത് ചെലുത്തുന്ന, സൂര്യനും ചന്ദ്രനും ചെലുത്തുന്ന കാര്യങ്ങൾ അതിലൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവൻ ചെന്നെത്തുന്നത് എവിടേക്കാണ്? എവിടേക്ക് ചെന്നെത്തും? സുമ്മ ശാഹദ ബിഐനിൽ അഖ്ലി, അവൻ പിന്നെ അവന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയാണ് എന്തിനെ? അസറൽ മൗദൂഇയ്യത വൽ മഖ്ലൂഖിയ്യത, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും ഇതിനെ സംവിധാനിക്കാനും കാരണമായതിന്റെ കാരണക്കാരനെ എത്തിക്കും ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ. നിങ്ങൾ നോക്കൂ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇവിടെ സസ്യങ്ങൾ വളരാനും സസ്യങ്ങൾക്ക് പച്ച നിറം വരാനും മഞ്ഞ നിറം വരാനും ചുവപ്പ് നിറം വരാനും പൂവിന് കളറുകൾ വരാനും ഒക്കെയും കാരണം ഏതാണ്? സൂര്യനാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ചിന്തിക്കുന്ന വ്യക്തി അതിലേക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഖാലിഖായ അല്ലാഹുവിലേക്കാണ് ചെന്നെത്തുക. അതാണ് ഇൻതഖല മിൻഹു ഇലാ അളമത്തി ഖാലിഖിഹാ ഫസുബ്ഹാനഹു മാ അഅ്ലമ ശഅ്നുഹു. നോക്കൂ സഹോദരന്മാരെ, ഇപ്പൊ നമ്മുടെ ചന്ദ്രന് അതിന്റെ സഞ്ചാരപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അത് വളരെ തഅ്സീർ നടത്തുന്നുണ്ടത്. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവുന്നത് ചന്ദ്രന്റെ ആകർഷണ ഫലമായിട്ടാണ്, അല്ലേ? വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്നത് ചന്ദ്രന്റെ ആകർഷണ ഫലമായിട്ടാണ്. ഈ വേലിയേറ്റവും വേലിയിറക്കവും പുഴയിലും കടലിലും തോട്ടിലും മാത്രമല്ല ഒതുങ്ങുന്നത്, ആണോ? അല്ല. ദ്രാവകമായ വസ്തുക്കൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും അത് പ്രകടമാവും. കുറഞ്ഞ നിലക്കായിരിക്കും പ്രകടമാകുക. ചിലപ്പോ അത് അറിയണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ മണിക്കൂറിൽ മിനിറ്റിലും ഓരോ മിനിറ്റിലും അതിങ്ങനെ എത്രതിന്റെ കണക്കൊന്നും എനിക്ക് പറയാനറിയില്ല. അങ്ങനെ നമ്മുടെ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രക്തം പിന്നെ പ്രഷർ കൂടാനും രക്തസമ്മർദ്ദം ഉണ്ടാവാനും തണുക്കാനുമൊക്കെയും ഏത് കാരണമാവും? ചന്ദ്രന്റെ ഉദയം കാരണമാവും. അത് കൂടുതൽ പ്രകടമാകുന്നത് എപ്പോഴാണ്? അയ്യാമുൽ ബീദിന്റെയും അയ്യാമുസൂദിന്റെയും ദിവസങ്ങളിലാണ് കൂടുതൽ പ്രകടമാകുക. അതായത് അയ്യാമുൽ ബീദ് തന്നെ വെളുത്ത വാവ് ദിവസം, അയ്യാമുസൂദ് തന്നെ കറുത്ത വാവിന്റെ ദിവസങ്ങൾ. മൂന്നീച്ച ദിവസങ്ങളാണുള്ളത്. 13, 14, 15. ഈ ദിവസങ്ങളിൽ വല്ലാതെ പ്രകടമാകുമ്പോൾ ആ ദിവസങ്ങളിൽ മനുഷ്യന് എന്ത് ചെയ്യും? ചൂട് കൂടും. രക്തസമ്മർദ്ദം കൂടുന്നോണ്ട് ചൂട് കൂടും. ഒളബ് വരും, ദേഷ്യം ഉണ്ടാവും പെട്ടെന്ന്. ദേഷ്യമുള്ള ആൾക്കാർ ആ ദിവസം പ്രത്യേകം ദേഷ്യം ഉണ്ടാവും, ഇല്ലാത്തവർക്ക് കുറച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം, അല്ലേ? ഞാൻ വെറുതെ പറയല്ല. അത് നമ്മളെ തന്നെ ഇങ്ങനെ വിലയിരുത്തിയാൽ മനസ്സിലാക്കും. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവത്തെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. രാവിലെയുള്ള സ്വഭാവമായിരിക്കണം എന്നില്ല ഉച്ചക്കും അസറിന് ശേഷവും മഗ്രിബിക്ക് ശേഷവും. അത് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും പ്രകടമാവും. സംസാരത്തിൽ പ്രകടമാകും, പെരുമാറ്റത്തിൽ പ്രകടമാകും, ഇബാദത്തിൽ പ്രകടമാകും, എല്ലാ സ്ഥലത്തും ഇത് പ്രകടമാവും.
എന്നാൽ കൂടുതൽ പ്രകടമാകുന്ന ദിവസങ്ങളാണ് അയ്യാമുൽ ബീദിന്റെയും അയ്യാമു സൂദിന്റെയും ദിവസം. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി ആ ദിവസം എന്ത് സുന്നത്താക്കിയത്? കേൾക്കുന്നില്ലേ? എന്ത് സുന്നത്താക്കിയത്? പൂവാണ് സുന്നത്താക്കിയത്. നോമ്പ് സുന്നത്താക്കിയത് കണ്ട. അപ്പൊ നോമ്പ് നോറ്റാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കളയും. നോക്കൂ സഹോദരന്മാരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആകാശ ഭൂമികളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും പറ്റി ചിന്തിക്കുമ്പോൾ അവൻ ഇതിന്റെ സൃഷ്ടിപ്പിലൂടെ പോയോ? സുബ്ഹാനല്ലാഹ്, ഇതിന്റെ ഒന്ന് പോണ ദിവസമാണ്. പോയോ സഹോദരന്മാരെ? ഇന്നെന്തേ ഇപ്പൊ ഇങ്ങനെ നോക്കയിക്കണ? ഇത് കട്ടിങ്ങനെ ഉണ്ടാവുമ്പോ ആളുകൾ കേൾക്കാൻ രസം ഉണ്ടാവില്ല. കെട്ടാകുമ്പോൾ ആളുകൾക്ക് അരോചകമായി തോന്നും. അപ്പോ കട്ടില്ലല്ലോ? ഇല്ല. കട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഞാനിവിടെ വെറുതെ തൊണ്ട കീറിയിട്ട് കാര്യമില്ലല്ലോ. കട്ടുണ്ടെങ്കിൽ അറിയിക്കണം. പെട്ടെന്ന് നിർത്താം നമുക്ക്. അപ്പോ സഹോദരന്മാരെ, ഇതിലൂടെ സൂര്യചന്ദ്ര നക്ഷത്രാദികളിൽ നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെന്നെത്തുന്നത് എവിടേക്കാണ്? ഇൻതഖല മിൻഹു, ഈ വസ്തുക്കളിൽ നിന്നെല്ലാം അവൻ എത്തിപ്പെടും. എവിടേക്ക്? ഇലാ അളമത്തി ഖാലിഖിഹാ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഖാലിഖിലേക്ക് എത്തിപ്പെടും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് പറഞ്ഞത്? ആലമുൽ ഉല്യയിലെയും ആലമുൽ സുഫ്ലയിലെയും വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞത്. അല്ല വെറുതെ ഇങ്ങനെ അറബികൾ സത്യം ചെയ്യുമ്പോൾ സത്യം ചെയ്തല്ലത്. ഒന്നായി വന്നിട്ട് 100 ഒന്നായി പറയും. മനസ്സിലായോ? അതേപോലെ എന്തപ്പതിങ്ങനെ സത്യം ചെയ്യുന്നു ചിലപ്പോ നമുക്ക് തോന്നിപ്പോകണ്ട. നമ്മളെ ചിന്തിപ്പിക്കാനും എന്താണ് ഇത്രക്കും വലിയ സംഗതി ഇതിലുള്ളത്? അള്ളാഹു ഈ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ആകാശത്തിലെയും ഭൂമിയിലെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യനിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് എത്തുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തത്. നോക്കൂ നിങ്ങൾ. അതേപ്രകാരം തന്നെ ആകാശം, സൂര്യൻ എന്ന് പറയുന്നതും ചന്ദ്രൻ എന്ന് പറയുന്നതും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഈ വസ്തുക്കളിൽ നാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമുള്ളതും അതിനേക്കാൾ ചെറുതും അതിനേക്കാൾ വലുതുമായ കാര്യങ്ങളിലേക്കും നമ്മുടെ ചിന്ത പോകും. ഒരു നല്ല സൗന്ദര്യമുള്ള ഒരാളെ കാണുകയാണെങ്കിൽ നമ്മുടെ ചിന്ത അതിനേക്കാൾ സൗന്ദര്യമുള്ളതിലേക്ക് പോകും. അതേ പ്രകാരം തന്നെ അതിനേക്കാൾ സൗന്ദര്യം കുറഞ്ഞതിലേക്കും നമ്മുടെ ചിന്ത കടന്നുപോകും. അത് മനുഷ്യന്റെ പ്രകൃതമാണത്. അത് ഈ സൗന്ദര്യത്തിന്റെ മാത്രമല്ല, വസ്തുക്കളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു മാർക്കറ്റിൽ കയറുകയാണ്. ഈ മാർക്കറ്റിൽ കയറുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ആവുമ്പോൾ എന്തെങ്കിലും ചുരിദാറോ അല്ലെങ്കിൽ പർദ്ദൊക്കെ എടുക്കാൻ വേണ്ടി കയറിയാൽ നല്ലതൊന്ന് കണ്ടാൽ
പിന്നെ നമ്മുടെ ചിന്ത എന്താണ്? അതിനേക്കാൾ നല്ലതുണ്ടോ എന്ന് നോക്കുകയാണ്. അല്ലേ? എന്തെന്നല്ലേ? കട്ടായ സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. സ്ത്രീകളൊക്കെ ഈ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല പർദ്ദ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാൾ നല്ലതിലേക്കാണ് അവരുടെ ചിന്ത പോവുക. അപ്പൊ ഈ കണ്ടതിനെ ചെറുതായി കാണും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ പറഞ്ഞു, ചന്ദ്രനെ പറഞ്ഞു, ഭൂമിയെ പറഞ്ഞു, ആകാശത്തെ പറഞ്ഞു. ഈ വസ്തുക്കളൊക്കെ പറയുമ്പോൾ ചിന്താശേഷിയുള്ള വ്യക്തി അതിനേക്കാൾ അപ്പുറത്തുള്ളതിനെ ചിന്തിക്കും, അതിനേക്കാൾ താഴ്ന്നതിനെയും ചിന്തിക്കും. കണ്ട നിങ്ങൾ, അന്നഹു കാന യജൂസു ഫിൽ അഖ്ലി വുജൂദു മാ ഹുവ അഅ്ളമു മിൻഹു വമാ ഹുവ അസ്ഗറു മിൻഹു. ഒരു ബുദ്ധിയുള്ള വ്യക്തി അവൻ ചെറുതിലേക്കും വലുതിലേക്കും അവന്റെ ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സൂര്യനിങ്ങനെ നമ്മള് കോടിക്കണക്കിന് പ്രകാശവർഷം അപ്പുറം നിൽക്കുന്ന ഈ സൂര്യനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത കടന്നു വരും, അതിന്റെ അപ്പുറത്തേക്കും ഉണ്ടായിക്കൂടെ, അതിന്റെ അപ്പുറത്തും ഗോളങ്ങൾ ഉണ്ടായിക്കൂടെ. അപ്പൊ മനുഷ്യന്റെ ഗവേഷണം ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നാസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ. എന്തെല്ലാം ഗ്രഹങ്ങളാണ് അവർ കണ്ടെത്തുന്നത്, പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. ഭൂമിയിലിങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ പല ദ്വീപുകളും പല ഭൂഖണ്ഡങ്ങളിലേക്കും എന്തെയും മനുഷ്യനിങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് പറഞ്ഞു. നോക്ക്, വശംസി വളുഹാഹാ, വശംസി സൂര്യനെ തന്നെയാണ് സത്യം, വളുഹാഹാ അതിന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ളുഹാ ളുഹാ എന്ന് പറഞ്ഞതാ പരന്നു കിടക്കുന്ന സൂര്യന്റെ ഈ സൂര്യപ്രകാശം എന്ന് പറഞ്ഞത് ഏത് ഇളുമ്പിൽക്കും ചെല്ലും. ഈ സൂര്യപ്രകാശത്തിന്റെ പ്രത്യേകത, നമ്മൾ റൂം അടച്ചിട്ടാലും ശരി അതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം മരിച്ചരിച്ചു വരും. വലിയ ബൾബുകൾ പ്രകാശിപ്പിച്ചാലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പ്രകാശം ഉണ്ടാവണമെന്നില്ല. സൂര്യനൊന്നും വിളിച്ച ആ പ്രകാശമൊക്കെ മങ്ങിപ്പോയി അല്ലേ. നമ്മൾ നോക്കി യു എയില് ഒന്നായിട്ട് പ്രകാശമാണ്, റോഡും വീടും അതേ പ്രകാരം തന്നെ പിന്നെ ടൗണും എല്ലാം പ്രകാശപൂരിതമാണ്. പക്ഷേ ഫജ്ർ സ്വാദിക്കൊണ്ട് വെളിവായി കുറച്ചുണ്ട് കഴിഞ്ഞാൽ ആ പ്രകാശത്തിനൊന്നും യാതൊരു വിലയുണ്ടാവില്ല. അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് വളുഹാഹാ, ഈ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അതെങ്ങനെയാണത്? മഹാന്മാര് പറയുന്നു, ഉഖ്സിമു ബിശ്ശംസി, ഞാൻ സൂര്യൻ കൊണ്ട്, ആ രീതിയിലാണ് പറയുന്നത്. ഉഖ്സിമു ബിശ്ശംസി, സൂര്യൻ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വളുഹാഹാ ഐ വലൗഇഹസ് സാതിഇ, കണ്ടാ, പരന്നു കിടക്കുന്ന ഈ പ്രകാശത്തെ തന്നെയാണ്, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. ഈ പ്രപഞ്ചത്തെ മുഴുക്കയും എന്നാണ് സൂര്യപ്രകാശം മൂടല്ലേ. എത്രയാണ് അതിൻ്റെ ഒക്കെ ചൂട് നോക്കി നിങ്ങൾ. എന്നിട്ടോ സൂര്യനുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് വെല്ലൻ അങ്ങോട്ട് പോകും. ഇരുട്ട് എന്ന സാധനം എന്താണ്? ഒക്കെ വലിയ ചിന്തക്ക് വിധേയമാക്കേണ്ടതാണ്. ഇരുട്ട് എന്ന സാധനം ഉണ്ടോ ഇല്ലേ? ഇരുട്ട് എന്ന് പറഞ്ഞ സാധനം പ്രകാശം ഇല്ലാത്തോണ്ടാണ് അല്ലേ. ഏതാ ഇരുട്ട് തന്നെ പ്രത്യേക സാധനം ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടാവും അല്ലേ? ഇനി നോക്കി, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വൽ ഖമരി, ചന്ദ്രനെ തന്നെയാണ് സത്യം. ഹലോ, കേൾക്കുന്നില്ലേ?
വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹാ ആ സൂര്യനോടത് തുടർന്ന് വന്നാൽ. എന്തിനപ്പ അങ്ങനെ പറഞ്ഞത്? പല വിശദീകരണം അതിന് പറയുന്നുണ്ട്. സൂര്യനോട് തുടർന്ന് വരിക എന്ന് പറഞ്ഞാൽ സൂര്യൻ പോയി കഴിഞ്ഞാലേ ചന്ദ്രനെ കാണാൻ കഴിയുള്ളൂ എന്ന അർത്ഥത്തിനാണ് പറയുന്നത്. അത് ഏത് മാസമാണെങ്കിലും ശരി, ഏത് മാസം അങ്ങനെ തന്നെ. അത് പിന്നെ 1 മുതൽ 29-30 വരെയുള്ള ദിവസങ്ങളാണെങ്കിലും കമരിയായ ദിവസങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഹിലാലിനെ കാണുന്നപ്പോഴാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. പിന്നെ അതിങ്ങനെ പോയി 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 പിന്നെ അവസാനം ചെന്നെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. സൂര്യാസ്തമിച്ചതിന് ശേഷം കാണാൻ കഴിയുള്ളൂ. അതുദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ഇദാ തലാഹ ആ സൂര്യനോട് തുടർന്നാൽ എന്ന് പറയുന്നത്. എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ മറ്റൊരു വിശദീകരണം പറയുന്നത് എന്താ അറിയോ? സൂര്യൻ അസ്തമിച്ചാൽ ഉദിക്കുന്നതും സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നതുമായ ചന്ദ്രൻ, അപ്പോഴാണ് അതിന് കൂടുതൽ പ്രഭ ഉണ്ടാകുക. അതെപ്പോഴാണ്ടാവല്? വെളുത്തവാവ് ദിവസങ്ങളിൽ. ഒന്ന് മനസ്സിലാണ്ട് നിങ്ങൾക്ക്? മറ്റുള്ള ഹിലാല് മാസത്തിന്റെ തുടക്കം ഒരിക്കലും പ്രഭ ഉണ്ടാവില്ല. അതാ പിന്നെ മാസം പിറന്നതോടുകൂടെ തന്നെ അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കൂടുതൽ പ്രഭ പ്രകടമാകുന്ന എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചാൽ ഉദിക്കുകയും സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ചന്ദ്രന് പൂർണ്ണ പ്രഭയുണ്ടാവുക. അതായത് പൂർണ്ണചന്ദ്രന്റെ ദിവസങ്ങൾ. അത് മറ്റൊരർത്ഥമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. വൽ ഖമരി ചന്ദ്രൻ തുടർന്നാൽ, പിൻപറ്റിയാൽ. തലാ തല എന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ കഴിയും. ഈ വെളുത്തവാവ് എന്ന് പറഞ്ഞ സംഗതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. വെളുത്തവാവിന് വെളുത്തവാവ് എന്ന് പേര് വെക്കാൻ കാരണം യൗമുൽ ബിയദ്, ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയല്ലോ, പറഞ്ഞാച്ചിലെ. അന്ന ആദമ ലമ്മ ഉഹ്ബിത ഇലൽ അർളി, ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ അങ്ങോട്ട് അയച്ചു. അങ്ങനെ അയച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തെന്നറിയോ? അഹറഖതുഹു ശംസു, ആകെ ഭൂമി എന്ത് ചെയ്തു? ഈ സൂര്യന് ഭൂമി അങ്ങോട്ട് കരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ഹസ്സന്റെ റഹ്മത്തുള്ളാഹി പറയണം. അതൊക്കെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് പിന്നെ ഭൂമി അന്ധവിശ്വാസം ഒന്നും മനസ്സിലാക്കണ്ട. പിന്നെ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്നുള്ളത് പിന്നെ അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഭൂമി കറുത്തുപോയപ്പോൾ ഫൗഹല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിലേക്ക് വഹി അറിയിച്ചു എന്നാണ് സംഭവം. ഇതേ പ്രകാരം മറ്റു സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ആദം നബി കൊണ്ട് വന്നു നോക്കുമ്പോ ഇവിടെ ആകെ ഇരുട്ടാണ്. ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഭയ വിഹ്വലതായി പോയി.
ആദം നബി അലൈഹിസ്സലാം. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു തിരുനാളങ്ങനെ കാണുന്നത്, ഒരു പ്രകാശത്തിന്റെ തിരുനാളം. അത് കണ്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാം 2 റക്അത്ത് ശുക്രിന്റെ നിസ്കാരം നിസ്കരിച്ചു എന്നാണ്. അതാ നമ്മുടെ സുബഹി. അതേ പ്രകാരം തന്നെ ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് വെളുത്ത വാവ് ദിവസം നോമ്പ് നോക്കാൻ കൽപ്പിച്ചു. ഫസാമ അവ്വല യൗമിൻ. അങ്ങനെ എന്ത് ചെയ്തു? വെളുത്ത വാവിന്റെ ദിവസം ആദം നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റുന്നു. ഫബിയല്ല സുലുസ ജസദിഹി. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ട്ടാ. അങ്ങനെയാണ്. ലിഅന്ന ആദമ ലമ്മ അഹബത്ത ഇലൽ അർളി. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പോന്നപ്പോൾ അഹറഖത്തുഹു ശംസു. ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? സൂര്യൻ അങ്ങോട്ടേക്ക് ചൂടുകൊണ്ട് കറുത്തുപോയി ആദം നബി അലൈഹിസ്സലാം. ഫസുവദ്ദ ഫൗഹല്ലാഹു ഇലൈഹി. അങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാമിനോട് നോമ്പ് വെക്കാൻ പറയുന്നത്. ഈ യൗമുൽ വെളുത്ത വാവ് ദിവസം. ഫബിയല്ല സുലുസ ജസദിഹി. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ 1/3 വെളുത്തു. ഫലമ്മാ സാമൽ യൗമത്താനി. രണ്ടാമത്തെ ദിവസം ആദം നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റപ്പോൾ ഇബിയല്ല സുലുസാ ജസദിഹി. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ 2/3 ഭാഗവും വെളുത്തു എന്നാണ്. മനസ്സിലായ സഹോദരന്മാര്? പറയുന്നത് മനസ്സിലാണല്ലോ നിങ്ങൾക്ക്? ആദം നബി അലൈഹിസ്സലാമേ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വർഗത്തിൽ നിന്നല്ല വരണത്. അവിടെ ചൂടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നല്ല കാലാവസ്ഥ അല്ല സ്വർഗം എന്ന് പറഞ്ഞത്. ആ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്. ഇറക്കി വിട്ടപ്പോൾ ഈ സൂര്യപ്രകാശം കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം കരിഞ്ഞുപോയി, കറുത്തുപോയി. ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങള്? ചിലപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആൾക്കാരോ ഈ കറുത്ത ആൾക്കാരോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ടല്ലോ. ആദം നബി അലൈഹി സ്വലാമിന്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ കുട്ടികളായിരിക്കും ഈ കറുത്ത കുട്ടികൾ. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലത്തെ ഇന്ത്യയിലൊക്കെ ഉള്ള, ഇന്ത്യയിലെ ആൾക്കാരെ കറുത്തവരെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താവട്ടെ, അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനോടും വെളുത്ത വാവിൽ നോമ്പ് നോക്കാൻ കൽപ്പിച്ചു. അങ്ങനെ നോമ്പ് നോറ്റപ്പോൾ അവിടുത്തെ ശരീരത്തിന്റെ 1/3 വെളുത്തു. രണ്ടാമത്തെ ദിവസം നോമ്പ് വെച്ചപ്പോൾ 2/3 ഭാഗവും വെളുത്തു. ഫലമ്മാ സ്വാമൽ യൗമത്താലിസ്. മൂന്നാമത്തെ ദിവസം നോമ്പ് നോറ്റപ്പോൾ ഇബിയല്ല ജസദഹു കുല്ലഹു. ശരീരം മുഴുക്കയും എന്തായി? വെളുത്തുപോയി എന്നാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. വിശദായ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. ഉണ്ടാവട്ടെ, അതാണ് വെളുത്തവാവ് എന്ന് പറയാൻ പേര് വെക്കാൻ കാരണം അതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇനി വെളുത്തവാവ് എന്ന് പേര് വെക്കപ്പെട്ടത്. അപ്പൊ സഹോദരന്മാരെ, ഒക്കെ നമ്മുടെ ഉസ്താദുമാരെ അയച്ചു തരുന്ന ഓരോ ഏതാണ് പിന്നെ തെളിവുകളാണ്, എവിഡൻസുകളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമ്പോൾ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കി നിങ്ങളെ സഹോദരന്മാരെ, അപ്പൊ വൽ ഖമരി, ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ, അത് സൂര്യനോട് തുടർന്നു വന്നാൽ, അതായത് വെളുത്ത വാവിന്റെ ദിവസം, അന്നാണ് ചന്ദ്രന് കൂടുതൽ പ്രഭ ഉണ്ടാകുക. അതുകൊണ്ടാണ് ആ പിന്നെ ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്യാൻ കാരണം. നോക്കൂ നിങ്ങൾ, പ്രകാശപൂരിതമായി കഴിഞ്ഞാൽ, പ്രകാശത്താൽ ചന്ദ്രൻ എന്തായി?
ചന്ദ്രപ്രകാശം പ്രപഞ്ചത്തിൽ മുഴുവനും പരന്ന് അങ്ങനെയുള്ള ചന്ദ്രനെ തന്നെയാണ് സത്യം. ഈ ചന്ദ്രൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം തന്നെ എന്ത് ചെയ്യല, അസ്തമിച്ചതിന് ശേഷം തന്നെ ഉദിക്കുന്നു. അങ്ങനെയുള്ള ചന്ദ്രനെ തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് വദാലിക ഫീ നിസ്ഫിൽ അവ്വലി മിനശ്ശഹരി. വദാലിക ഫീ നിസ്ഫിൽ അവ്വലി മിനശ്ശഹരി. ഇത് മാസത്തിലെ ആദ്യത്തെ പകുതിയിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനാണ് വെളുത്ത വാവ് എന്ന് പറയുന്നത്. ഇനി കറുത്ത വാവിന് അങ്ങനെ വല്ലതും ഉണ്ടാ? വെളുത്ത വാവ് പേര് വെക്കാൻ കാരണം പിന്നെന്താണ്, അതിന്റെ നബി അലൈഹി സ്വലാം നോമ്പൊരു കൊടുത്തുകൊണ്ടാണെന്നുള്ള. ഈ കറുത്ത വാവ് പേര് വെക്കാൻ വല്ലതും ഉണ്ടാ ഉസ്താദുമാരെ? വല്ലതും ഉണ്ടോ? ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദുമാരൊന്നുമില്ല ഇവിടെ. സക്കി ഉസ്താദും മറ്റു ഉസ്താദുമാരൊന്നുമില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, അതെന്താണ് അങ്ങനെ? ഖാലൽ മുഫസ്സിറൂന വദാലിക ഫീ നിസ്ഫിൽ അവ്വലി മിനശ്ശഹരി ഇദാ ഖറബത്തിശ് ശംസു തലാഹൽ ഖമറു ഫിൽ ഇളാഅതി വഖൽഫഹാ ഫിന്നൂർ. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ഉടനെ പിറക്കും, ഉദയം ചെയ്യും. അവിടെ മറ്റൊന്നുള്ള എന്താന്നൊരു, ഈ തലാഹ എന്ന് പറഞ്ഞാൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അതിനോട് തുടരാന്ന് പറഞ്ഞാല് പ്രകാശത്തെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സൂര്യനോട് തുടർന്നാൽ എന്നാണ്. അതെന്താണ്? ഇപ്പൊ ആധുനിക ശാസ്ത്രവും പറഞ്ഞ അങ്ങനെ തന്നെയാണല്ലോ. സൂര്യപ്രകാശത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് പ്രകാശം കിട്ടുന്നതെന്നാണ്. അപ്പോ പിന്നെ ഈ സൂര്യന്റെ പ്രകാശം ഇതിലേക്ക് അടിക്കാത്ത നേരത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ചന്ദ്രനെ പൂർണ്ണമായി കാണാത്തത്. ഈ ചന്ദ്രനെ പോലെ തന്നെ നമ്മുടെ ഈ ഭൂമിയെയും പ്രകാശിക്കുന്ന ഗോളമായി കാണാൻ കഴിയും. അതെങ്ങനെ? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അതും ഒരു ഗോളാണല്ലോ. അതിന്റെ ചുറ്റുഭാഗം കൂടുതലും വെള്ളമാണ്. 2/3 ഭാഗം വെള്ളവും 1 ഭാഗം, അങ്ങനെയല്ലേ സഹോദരന്മാരെ? 2/3 ഭാഗം വെള്ളവും 1 ഭാഗമേ കരയുള്ളൂ, അല്ലേ? എനിക്ക് ശരിക്കും ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അടിച്ചാൽ നടക്കണില്ല. യെസ്, എക്കറാറുണ്ടാവും. 2/3 ഭാഗവും കര, അല്ല 2/3 ഭാഗവും വെള്ളം, 1 ഭാഗം മാത്രമേ കരുള്ളൂ. അപ്പം മുകൾ ഭാഗത്ത് നിന്ന് സൂര്യപ്രകാശം ഈ ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ മറ്റൊരു ഗോളത്തിൽ നിന്ന് ഭൂമിയെ നാം നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയും പൂർണ്ണമായും പ്രകാശിച്ചു നിൽക്കുന്നതായി കാണാൻ കഴിയും. മനസ്സിലാവുന്നത്? അപ്പൊ ഇനിയും ഗവേഷണങ്ങൾ നടക്കാനുണ്ട്, എവിടെ എത്തിയിട്ടില്ല. മനസ്സിലായ? അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിൽ ഇനിയും ഗവേഷണങ്ങൾ നടക്കാനുണ്ട്. ചന്ദ്രനിലൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ആയാലും പോയി എന്നും പറയുന്നു, പോയിട്ടില്ല എന്നും പറയുന്നു. ചന്ദ്രനിലേ പോയി എന്നും പറയുന്നു, പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. എത്ര കാലം മുമ്പ് എന്റെ ചെറുപ്പത്തിലേറ്റെന്നുള്ളത്, ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. റൈറ്റ് സഹോദരന്മാരല്ലേ പിന്നെ എന്ത് ചെയ്തത്, ചന്ദ്രനിൽ പോയത്. അന്ന് വലിയ സംഭവം ചെയ്യുന്നത്. ഇപ്പൊ കൊല്ലത്രായി, കൊല്ലത്രായി 40 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ 30-35 കൊല്ലം കഴിഞ്ഞ്. ഈ 35 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും വീണ്ടും ഒരു ഗവേഷണത്തിന് പോവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നാ പോയത് എവിടെയാണ് എന്ന വിഷയം ചിന്തനീയമാണ്.
നീൽ ആംസ്ട്രോങ്. അതറിയാത്തോണ്ടല്ല ഞാൻ പറയാതിരുന്നാണ്. അപ്പോ എന്താ പറഞ്ഞത്, പിന്നെ 35 കൊല്ലം കഴിഞ്ഞിട്ട് വലിയ പുരോഗതി ശാസ്ത്രീയ രംഗത്തുണ്ടായിട്ട് പോലും എന്തേ ചന്ദ്രനിലേക്ക് പോകാൻ കഴിയാത്തത് എന്ന ചോദ്യം ബാക്കിയായി കിടക്കുന്നില്ല. അപ്പൊ അന്ന് പോയിരുന്നോ? പോയിട്ടില്ലെന്നൊരു വിഭാഗം പറയുന്നു, പോയി എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഏതോ ദ്വീപിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ പാറകളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിട്ട് പുറത്തയച്ച എന്നാ പറഞ്ഞത്. ബഹുകാരം എന്താവട്ടെ, നോക്കൂ സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വൽ ഖമരി ഇദാ തലാഹ എന്ന് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞത് സൂര്യൻ അസ്തമിച്ച് ഉടനെ തന്നെ ഉദിക്കുന്ന ചന്ദ്രൻ എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ഉള്ളത് തല എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ അതിനോട് തുടരുന്നത് എന്നാണ്. പ്രകാശത്തിൽ അതിനോട് തുടരുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നാണ് ചന്ദ്രന് പ്രകാശം കിട്ടുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വൽ ഖമരി ഇദാ തലാഹ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായ? നോക്കൂ നിങ്ങള്, വഹിക്മത്തുൽ ഖസമി ബിശ്ശംസി വശ്ശംസി വദുഹാഹ എന്ന് സൂര്യനെ കൊണ്ട് സത്യം ചെയ്യാനുള്ള ഹിക്മത്ത് അതെന്താണ്? അന്നൽ ആലമ ഫീ വഖ്തി ഗൈബത്തി ശംസി അൻഹും കൽ അംവാതി. അത് മറ്റൊരു വിശദീകരണ പറഞ്ഞിട്ടാ. ഈ പ്രപഞ്ചം സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ കൽ അംവാതി, മരിച്ച ആൾക്കാരുമായി. പള്ളിക്കാട്ടിൽ പോയ അല്ലേ, പള്ളിക്കാട്ടിലേക്ക് പോയ മൂഖതയല്ല ഉണ്ടാകുക. അപ്പൊ എന്നതുപോലെയാണ് സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീടണഞ്ഞു, വീട്ടിന്റെ വാതിലടച്ചു, കുറച്ചും കൂടി കഴിഞ്ഞാൽ ലൈറ്റ് അണച്ചു, എല്ലാവരും കിടന്നുറങ്ങി. കൽ അംവാത്, മരിച്ച ആൾക്കാരെ വഴിയാണ് അല്ലേ. ഫൈദാ ലഹറ സുബ്ഹ്, പ്രഭാതം പൊട്ടിവിടർന്നാലോ, നോക്കൂ നിങ്ങള്, വബസഗത്തിശ്ശംസു, സൂര്യൻ ഇങ്ങനെ പൊട്ടിക്കീറുകയും ചെയ്താൽ ദബ്ബത്ത് ഫീഹിമുൽ ഹയാ, ജീവൻ ഇങ്ങനെ അവരിലേക്ക് അരിച്ചരിച്ചു വരും, വെല്ലനെ ഇങ്ങനെ വരും. ആളുകളൊക്കെ ഓരോന്നിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞത് വശംസി വദുഹാഹ എന്ന് പറഞ്ഞത്. അപ്പൊ സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുക്ക വസ്തുക്കളും കൽ അംവാതി, മരണപ്പെട്ടുപോയ ആളുകളെ പോലെ മൂഖമായിരിക്കും. ആ മൂഖതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് മുക്തിയുണ്ടാവണമെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരണം, ഉദിച്ചു വരണം. അപ്പോൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഹയാത്ത്, ജീവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജനങ്ങളൊക്കെ ആക്റ്റീവാവും, ജനങ്ങൾ ജോലിക്ക് പോകും, ജനങ്ങൾ എന്ത് ചെയ്യും, മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. കണ്ട, അതിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല വശംസി വദുഹാ എന്ന് വെറുതെ പറഞ്ഞതല്ലത്. അങ്ങനെ മരണപ്പെട്ട രീതിയിലുള്ള മരണം, നമ്മള് ഉറക്ക് എന്ന് പറഞ്ഞാൽ അതൊരു മരണാണല്ലോ. ഉറക്ക് എന്ന് പറഞ്ഞ സാധനം അതൊരു മരണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറയുന്നത്. ആ മരണത്തിൽ ചിലപ്പോ അങ്ങനെ മരിച്ചുപോയി എന്നൊരു ആരും അറിയില്ല. അതുകൊണ്ട് ശുദ്ധിയോടെ ഉളു ഉണ്ടാക്കിയൊക്കെ കിടന്നുറങ്ങണത് നല്ലതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ വഹി മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിബ്രീൽ ലോകത്തേക്ക് ഇറങ്ങി വരുമോന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹിയുമായിട്ട് വരൂല, പിന്നെയോ
ജിബ്രീൽ അലൈഹിസ്സലാം മുഅ്മിനായ മനുഷ്യന്റെ മരണ സന്ദർഭത്തിൽ അവിടെയുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുന്ന നേരത്ത് അവൻ ഉളൂ ഉണ്ടാക്കി കിടന്നുറങ്ങിക്കൊള്ളട്ടെ. മനസ്സിലായ? അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, അശുദ്ധിയോടുകൂടെ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകും. അത് നമ്മുടെ ഇബ്ലീസിനെ തൊട്ട് സംരക്ഷണം കിട്ടുന്നത് കൊണ്ട്. കണ്ട, അതൊരു മരണമാണ്. അപ്പൊ ഏത് നമ്മുടെ ഉറക്ക് എന്ന് പറഞ്ഞത്, ആ ഉറക്കിൽ നിന്ന് വെല്ലനെ നമ്മൾ വരിക സാറല്ലംവാതു അഹ്യാ. അപ്പൊ മരണതുല്യമായ ഈ രാത്രി, അതിൽ നിന്ന് മരിച്ച ആളുകളൊക്കെയും ഇങ്ങനെ ജീവിച്ചു വരികയും ഈ സൂര്യൻ ഇങ്ങനെ ഉയർന്നു വന്ന സമയത്ത് ജനങ്ങളൊക്കെയും അവിടെ പ്രവർത്തനങ്ങളുമായി മുഴുകുകയും ചെയ്യും, വ്യാപകമാകും, വ്യാപാരത്തിൽ ഏർപ്പെടും, ജോലിയിൽ ഏർപ്പെടും. അപ്പൊ ജനങ്ങളൊക്കെ ആക്റ്റീവായി ജീവനുള്ള ആൾക്കാരുമായി കൈമാറി. ഇതേ അവസ്ഥയാണ് മഹ്ശറയിൽ വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വശംസി വദുഹാ എന്ന് പറഞ്ഞത്. വഹാദിഹിൽ ഹാലത്തു, ഈ അവസ്ഥ തശ്ബഹു അഹ്വാലൽ ഖിയാമ, ഈ അവസ്ഥ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയോട് തുല്യമായതാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം പിന്നീട് സൂര്യൻ ഉദിക്കുമ്പോഴാണ് മരണത്തിൽ നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുന്നതും അങ്ങനെ കർമ്മങ്ങളിൽ നിരതരാവുന്നതും അങ്ങനെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഖിയാമത്ത് നാളിലും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ വഖ്തുദ്ദുഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വശംസി വദുഹാ എന്ന് പറഞ്ഞില്ലേ, അത് യശ്ബഹു ഇസ്തിഖറാറ അഹ്ലിൽ ജന്നത്തി ഫീഹാ, ജന്നത്തിന്റെ സ്വർഗത്തിന്റെ അഹ്ലികാർക്കുള്ള നിലനിൽപ്പ്, അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വശംസി വദുഹാ എന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, ഈ സൂര്യനും ചന്ദ്രനും മഖ്ലൂഖാനി ലിമസാലിഹിൽ ബശരി, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല വിശദീകരണങ്ങളും പറയുന്നത് കാണാൻ കഴിയും. ഈ നോക്കൂ, ഇനി കുറച്ച് സമയമുള്ളൂ, പുതിയ നമുക്ക് തീർക്കണത്. വന്നഹാരി ഇദാ ജല്ലാഹാ, വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹാ, ആ പകല് ഈ പ്രപഞ്ചത്തെ വെളിവാക്കിയാൽ, മനസ്സിലായ? അതാണ് ആ നമീർ ഈ കൗനിലേക്കാണ് മടങ്ങുന്നത്. ഇനി ഏതിലേക്കും, ഈ പിന്നെ രാത്രിയിലേക്കും മടക്കാം, പിന്നെ സൂര്യനിലേക്കും മടക്കാം. ഏറ്റവും നല്ലത് സൂര്യനിലേക്ക് മടക്കലാണ്, കാരണം സൂര്യനെ സംബന്ധിച്ചാണല്ലോ പരാമർശിക്കുന്നത്. അപ്പൊ വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം. ഇതാ ജല്ല, ആ പകല് വെളിവാക്കിയാൽ എന്തിനെ? ഹാ സൂര്യനെ. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അതെന്താ അങ്ങനെ? പകല് എന്ന് പറഞ്ഞ സംഗതി സൂര്യൻ ഉണ്ടായിട്ടില്ല പകലുണ്ടാണത്, അല്ല പകലുണ്ടായിട്ടാണോ സൂര്യൻ ഉണ്ടാണത്? എങ്ങനെയാണ്? എങ്ങനെയാണ് സഹോദരന്മാരെ? പകല് വന്നതുകൊണ്ടാണ് സൂര്യൻ വരുന്നത്, സൂര്യൻ വന്നതുകൊണ്ടാണ് പകല് വരുന്നത്. അഭിപ്രായം എന്താ? ആരുമില്ല അഭിപ്രായം പറയാൻ? പകല് എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാകുന്ന സൂര്യന്റെ ഉദയം കൊണ്ടാണ്. ഓരോ മനുഷ്യനും ഉദയം വെളിവാകുന്നത് അവന്റെ സമയമാകുമ്പോഴാണ്. പക്ഷേ സൂര്യപ്രകാശം ചക്രവാളത്തിലേക്ക് എത്തിയാൽ തന്നെ ഈ ലോകത്ത് പ്രകാശം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ പിന്നെ ഇത് ഫജ്ർ സ്വാദിഖും ഫജ്ർ കാദിബും ഉണ്ടാവുന്നത് അങ്ങനെയാണ്. സൂര്യന്റെ പ്രകാശം ആകാശ ലോകത്തേക്ക് ഇങ്ങോട്ട് പടരുമ്പോഴാണ്
പിന്നെ എന്തുണ്ടാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ വെളിച്ചം വരുന്നത്? അതല്ലാതെ പകൽ എന്ന സാധനം ആദ്യം ഉണ്ടാണില്ല. ഫജ്ർ സാദിഖിന്റെ സന്ദർഭത്തിലേ ചിലപ്പോ അങ്ങനെ നമുക്ക് തോന്നിപ്പോയേക്കാം, സൂര്യോദയം നടക്കുന്നത് കുറെ കഴിഞ്ഞിട്ടല്ലേ. ചിലപ്പോ നമുക്കങ്ങനെ തോന്നും, സൂര്യോദയം കുറെ കഴിഞ്ഞിട്ടല്ലേ നടക്കുന്നത്. നമ്മൾ ഫജ്റൊക്കെ നിസ്കരിച്ച് പിന്നെ അവിടുന്ന് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉദയം എന്ന് പറഞ്ഞാൽ നമ്മൾ കലണ്ടറിൽ കാണിക്കുന്നത്. എന്നാൽ സൂര്യന്റെ പ്രകാശം അതിന്റെ മുമ്പേ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ആകാശത്തേക്ക് ചക്രവാളത്തിന് സൂര്യൻ ഇങ്ങനെ ഉയരുമ്പോ തന്നെ അതിന്റെ പ്രകാശം ആകാശത്തേക്ക് പരക്കുകയും അത് കാരണം ഭൂമിയിൽ പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വന്നഹാരിത തജല്ലാ എന്ന് പറഞ്ഞാല്, വന്നഹാരിത ജല്ലാഹ എന്ന് പറഞ്ഞാൽ എന്താ? എയർപോർട്ടിൽ ഇറങ്ങുമ്പോ കാണാൻ ശരിയാ, എയർപോർട്ടിലേ ഇറങ്ങുമ്പോ കാണാൻ കഴിയും. അതിനെ സംബന്ധിച്ച് മഹാന്മാരായ ആളുകൾ പറയുന്നത് ഇവിടെ പകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാറത്തുൻ നൂരിശംസി, സൂര്യന്റെ പ്രകാശത്തെ തൊട്ടുള്ള ഏതാണ് എന്നെ തൊട്ട് വാചകം ഇട്ടതാണ്. അപ്പൊ വന്നഹാരി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം എന്നതിനർത്ഥം. നഹാറിന് പ്രത്യേക സാധനം ഇങ്ങനെ ഒരു കോത്താമ്പി നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ, പറ്റുമോ? പകൽ എന്ന് പറയുന്ന സാധനത്തെ കാണിക്കാൻ പറ്റുമോ? പകൽ എന്ന് പറഞ്ഞ സാധനം എന്താ? ഈ സൂര്യന്റെ പ്രകാശം തന്നെ. അപ്പൊ പിന്നെ ഇവിടെ നഹാറ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? സൂര്യപ്രകാശത്തെ തൊട്ട് വാചകം ഇട്ടതാണ് ഇവിടെ നഹാറ് എന്ന്. അപ്പോ പകലിങ്ങനെ വെളിവാകും തോറും കാനത്തിശംസു അജിലാ ളുഹൂറൻ, സൂര്യൻ ഇങ്ങനെ വെളിവായി വരും. സൂര്യനും അതിന്റെ വെളിവാവലിന്റെയും കൂടുതൽ വെളിവായി വരും. കാരണം അന്ന ഖുവ്വത്തൽ അസരി വകമാലഹു, ഒരു വസ്തുവിന്റെ ഒരു അസർ തന്നെ മറ്റൊന്നിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ, അതിന്റെ ശക്തി കമാലു അതിന്റെ പരിപൂർണയും തദുല്ലു അലാ ഖുവ്വത്തിൽ മുഅസ്സിരി, ഫലം ചെയ്യുന്നതിന്റെ ശക്തിയുടെ മേൽ അറിയിക്കുന്നു. സൂര്യൻ എന്ന് പറയുന്നതാണ് ഫലം ചെയ്യുന്ന വസ്തു. അതിനാൽ ഉണ്ടായിത്തീരുന്നതാണ് പ്രകാശം. അപ്പൊ ആ പ്രകാശം കൂടുതൽ വെളിവാകും തോറും മുഅസ്സിറായ സൂര്യന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞത് വന്നഹാരി ഇദാ ജല്ലാഹാ, വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം, അതായത് സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ, ആ സൂര്യപ്രകാശം ഏതിനെ? സൂര്യനെ വെളിവാക്കിയാൽ. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, പിന്നെ മറ്റൊരർത്ഥം പറയുന്നത് ജല്ലാഹ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ നമുക്കൊണ്ട് വെളിവാക്കി തരും. അതാണ്, സൂര്യനാണല്ലോ ഇരുട്ടിനെ വെളിവാക്കി തരുന്നത്. സൂര്യനും ഇല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറഞ്ഞ സാധനം എന്താ നമുക്ക് തിരിയോ? ഒരു വസ്തുവിനെ തിരിയണം വേണ്ടി വിദ്യ വേണ്ടേ? അപ്പോഴല്ലേ അതിന്റെ എതിരുള്ള സംഗതി ആണ് എന്ന സാധനത്തെ തിരിയണമെങ്കിൽ പെണ്ണ് വേണം. പെണ്ണെന്നുള്ളെങ്കിൽ പെണ്ണ് എന്ന് പത്യം പറയണ്ടാവും. ഈ ആണുണ്ടായത് കൊണ്ടല്ലേ പെണ്ണിനെ തിരിയുന്നത്, പെണ്ണുണ്ടായത് കൊണ്ടാണല്ലോ ആണിനെ തിരിയുന്നത്. അപ്പൊ ഇരുട്ടെന്നെ ഉള്ളൂ എങ്കിൽ പിന്നെ ഇരുട്ടിന് പത്യം പറയേണ്ടതില്ലല്ലോ. ഇരുട്ടിനെ ഇരുട്ടാണെന്ന് മനസ്സിലാക്കി തരുന്ന ഏതാണ്? പകലാകുന്നു. അപ്പൊ ഇവിടെ വന്നഹാരി, പകലിനെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ, ആ ഇരുട്ടിനെ ഈ പകൽ വെളിവാക്കി തന്നാൽ. സഹോദരന്മാരെ, ഈ നോക്കൂ, വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ശാഹ, ആ സൂര്യനെ അത് മൂടിയാൽ. സൂര്യൻ എന്ത് ചെയ്യാ? മൂടുക.
രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ സൂര്യൻ എന്തായി പോകും? സൂര്യൻ മൂടിപ്പോകും. സൂര്യൻ പോകുമ്പോൾ രാത്രി വരുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അസർ മുഅസ്സിറിന്റെ മേൽ അറിയിക്കുന്നു എന്നാണ്. സൂര്യൻ പോകുമ്പോൾ രാത്രി വരുന്നു. രാത്രി കൂടുന്തോറും സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മറഞ്ഞു 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 പോകുന്നു. സൂര്യപ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇപ്പൊ നമ്മൾ ഇശായിന്റെ സമയം കണക്കാക്കലില്ലേ? മേഘത്തിലെ കടുഞ്ചുവപ്പ് മാഞ്ഞത് മുതൽ എന്നാണ് നമ്മൾ പറയുന്നത്. മേഘത്തിലെ കടുഞ്ചുവപ്പ് മാഞ്ഞത് മുതൽ ഇശായിന്റെ സമയം തുടങ്ങുന്നു. ഈ കടുഞ്ചുവപ്പ് എങ്ങനെ ഉണ്ടാകുന്നത്? അത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുള്ള തന്നെയാണത്. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് സൂര്യൻ പൂർണ്ണമായും മറഞ്ഞെങ്കിലും അതിന്റെ പ്രകാശം ആകാശലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കടുഞ്ചുവപ്പ് എന്ന സംഗതി ഉണ്ടാകുന്നത്. അപ്പോ സൂര്യൻ മറയുന്നതിനനുസരിച്ച് ഇരുട്ട് ഇങ്ങനെ കൂടി 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 വരും. ഇരുട്ട് കൂടുമ്പോൾ ആ ഇരുട്ട് അറിയിക്കുന്നുണ്ട് സൂര്യൻ മൂടി, സൂര്യൻ മറഞ്ഞു, സൂര്യൻ ഗൈബത്തിലാണ് എന്നതിന്റെ മേൽ. അതാണ് വല്ലൈലി ഇദാ യഗ്ശാഹ എന്ന് പറഞ്ഞത്. വല്ലൈലി രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ശാഹ ആ രാത്രി സൂര്യനെ മൂടിയാൽ. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വസ്സമായി വമാ ബനാഹാ. വസ്സമായി ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹാ ആ ആകാശത്തെ സൃഷ്ടിച്ചവനെ തന്നെയുമാണ് സത്യം. നോക്കൂ നിങ്ങൾ, വമന്റെ അർത്ഥം അവിടെ മൻ എന്നാണ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, മൻ മജാസായിട്ട് മഞ്ഞിന്റെ അർത്ഥത്തിനും വരും, ഒരുത്തൻ എന്ന അർത്ഥത്തിന്. ഒന്ന് എന്ന അർത്ഥത്തിനല്ല, ഒരുത്തൻ എന്ന അർത്ഥത്തിന് വരും. അപ്പോ വസ്സമായി ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ ആ ആകാശത്തെ നിർമ്മിച്ചവനെ തന്നെയും. വഖ്സിമു ബിൽ ഖാദിരിൽ അലീമില്ലദീ ബനസ്സമാഅ ഈ അദീമായി ആകാശ ലോകത്തെ സൃഷ്ടിച്ച അദീമായ ഖാലിഖായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്നാണ് അപ്പൊ അർത്ഥം വരിക. കാരണം ഈ ആകാശം നോക്കി നിങ്ങൾ പരന്നു കിടക്കുകയല്ലേ തൂണില്ലാതെ. ഈ ആകാശത്തിന്റെ നിർമ്മിതിയെ സംവിധാനിച്ചു ബിലാമദിൻ തൂണില്ലാതെ, അതിനെ നിലനിർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ നിർമ്മിച്ചു നോക്കി നിങ്ങൾ, ഒരു പില്ലറിന്റെയും ആവശ്യമില്ല. എവിടെങ്കിലും തൂണുണ്ടോ? ഇല്ല. ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. മാ ഇസ്മുൻ മൗസൂലും ബിമഅന മൻ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മാ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൗസൂലും ബിമഅന മൻ, മന്നിന്റെ അർത്ഥത്തിലുള്ള മൗസൂലാന്റെ ഇസ്മാണ് മാ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വസ്സമായി ആകാശത്തെ തന്നെയാണ് സത്യം. വമൻ ബനാഹാ ഈ ആകാശത്തെ സൃഷ്ടിച്ചവനെ തന്നെയുമാണ് സത്യം. എന്നിട്ട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെന്താണെന്ന് പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹാ വനഫ്സിൻ ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹാ അവിടെയും വമയുടെ അർത്ഥം മൻ എന്നാണ്. വമൻ ഒരുത്തനെ തന്നെയുമാണ് സത്യം. സവ്വാഹാ ഈ ശരീരത്തെ അവൻ സംവിധാനിച്ചിരിക്കുന്നു, ചൊവ്വാക്കിയിരിക്കുന്നു. അങ്ങനത്തെ ഒരുത്തനെ തന്നെയുമാണ് സത്യം. എങ്ങനത്തെ ശരീരമാണ്? ഫഅൽഹമഹ അങ്ങനെ ചൊവ്വാക്കിയതിന് ശേഷം, ശരീരത്തെ സംവിധാനിച്ചതിന് ശേഷം, ഫഅൽഹമഹ ആ ശരീരത്തിന് നമ്മൾ അറിയിച്ചു കൊടുത്തു,
ഫുജൂറഹ ശരീരത്തിന്റെ തെറ്റിനെയും വതഖ്വാഹ അതിന്റെ നന്മയെയും അറിയിച്ചു കൊടുത്തു. വെറുതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ ശരീരത്തിന് നന്മ ഇന്നതാണെന്നും തിന്മ ഇന്നതാണെന്നും അല്ലാഹു അറിയിച്ചു കൊടുത്തു. അൽഹമഹ എന്ന ഇൽഹാം അറിയിച്ചു കൊടുക്കുക. അത് എല്ലാ ശരീരത്തിനുണ്ട്, തെറ്റിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഫുജൂർ എന്ന് പറഞ്ഞാൽ തെറ്റ്, തഖ്വ എന്ന് പറഞ്ഞാൽ നന്മ. മഹാന്മാർ പറയുന്നത് കാണാൻ കഴിയും, വഅറഫൽ ഫുജൂറ വത്തഖ്വ, നന്മയും തിന്മയും ശരീരത്തിന് മനസ്സിലാക്കി കൊടുത്തു. വമാ തമയ്യസ ബിഹി ബൈന റുഷ്ദിഹാ വദലാലിഹാ, നന്മയുടെയും തിന്മയുടെയും ഇടയിലുള്ള ഏതിനെ കാര്യങ്ങളെയും വെളിവാക്കി കൊടുത്തു, വേർതിരിച്ചു കൊടുത്തു എന്നാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മഹാന്മാർ പറയുന്നു, അഖ്സമ സുബ്ഹാനഹു ബിസബ്അതി അശിയാ, 7 വസ്തുക്കളെ കൊണ്ടാണ് ഇപ്പൊ മൊത്തം അള്ളാഹു സത്യം ചെയ്തത്. ഒന്ന് ശംസ് വൽ ഖമർ വൽ ലൈൽ വൻ നഹാർ വസ്സമാ വൽ അർദ് വനഫ്സിൽ ബശരിയ്യ. ഇങ്ങനെ സത്യം ചെയ്തത് ഇദ്ഹാറൻ ലിഅളമതി ഖുദ്റതിഹി, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെയോ ഇൻഫിറാദഹു ബിൽ ഉലൂഹിയ്യ, ഇലാവാൻ ഏറ്റവും യോഗ്യനായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്നറിയിക്കാനുമാണ്. ഇത്രക്കും വലിയ ഈ പ്രപഞ്ചത്തെ ഈ രീതിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച ആളല്ലാതെ പിന്നെ ആരാണ് ഇലാഹാവാൻ യോഗ്യത എന്നും കൂടി ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. വൈസാറത്തൻ ഇലാ കഫറത്തി മസാലിഹി തിൽക്കൽ അശിയായി, വൈസാറത്തൻ ഇതിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്, ഇലാ കഫറത്തി മസാലിഹി തിൽക്കൽ അശിയായി, ഈ വസ്തുക്കളുടെ ഒക്കെയും ഗുണങ്ങൾ, ഈ വസ്തുക്കളാൽ ഉണ്ടായിത്തീരുന്ന ധാരാളം ഗുണങ്ങളെയും ഇതിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. വഇളമി നഫ്ഇഹാ, ഈ വസ്തുക്കളുടെ ഉപകാരങ്ങള്, വഅന്നഹാ ലാ ബുദ്ദ ലഹാ മിൻ സാനിഇൻ വമുദ്ബിരിൻ ലിഹറകാതിഹാ വസകനാതിഹാ. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും ചിന്തിക്കുമ്പോൾ ലാ ബുദ്ദ ലഹാ, ഈ വസ്തുക്കൾക്കൊന്നും കൂടാതെ കഴിയില്ല, മിൻ സാനിഇൻ ഒരു നിർമ്മാതാവ്, വമുദ്ബിരിൻ ഒരു തദ്ബീർ ഇതിനെ പരിപാലിച്ചു പോകുന്നവരാണ്, ലിഹറകാതിഹാ വസകനാതിഹാ അതിന്റെ ചലനത്തിനും അതിന്റെ നിശ്ചലനത്തെയും ചലനത്തെയും നിയന്ത്രിക്കുന്ന ഒരു മുദ്ബിറിലേക്കും ഒരു നിർമ്മാതാവിനും കൂടാതെ കഴിയില്ല എന്ന് ഇവകൾ നമ്മൾ പഠിപ്പിക്കുന്നു. കണ്ടോ നിങ്ങൾ? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 സത്യം ഇതുവരെ സത്യമാണ്. ഇതുവരെ والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. അതൊക്കെയും സത്യത്തിൽ ഉൾപ്പെട്ടതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു ആ സത്യത്തിന്റെ ജവാബായിട്ട് പറയുന്നത് നോക്കൂ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു മൻ സക്കാഹ, ആ ശരീരത്തെ തസ്കിയത്ത് നടത്തിയവൻ. നമ്മളതിന് മുമ്പ് പറഞ്ഞ ശരീരത്തെ സംബന്ധിച്ചാണോ, വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറഞ്ഞില്ലേ, ആ ശരീരത്തിലേക്കാണ് മൻ സക്കാഹ എന്നുള്ളത് മീർ മടങ്ങണത്. അപ്പൊ ഖദ് അഫ്ലഹ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു മൻ സക്കാഹ, ഈ ശരീരത്തെ സംസ്കരിച്ചവൻ. ലഖദ് ഫാസ വഅഫ്ലഹ മൻ സക്കാ നഫ്സഹു ബിതആത്തില്ലാഹ്, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ ശരീരത്തെ തസ്കിയത്ത് നടത്തിയോ അങ്ങനെയുള്ള ഒരുത്തൻ വിജയിച്ചുപോയി. വതഖറഹാ മിൻ ദലസിൽ മആസി വൽ ആസാം, തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും
നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശരീരത്തെ സംസ്കരിക്കുകയും ചെയ്ത ആളുകൾ വിജയിച്ചുപോയി. വഖദ് ഖാബ, തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോയി. മന്ദസ്സാ, ശരീരത്തെ മോശമാക്കിയവൻ. എങ്ങനെ മോശമാക്കി? കുഫ്ർ കൊണ്ടും തെറ്റുകൊണ്ടും അതുപോലെ തന്നെ അവിശ്വാസം കൊണ്ടും ശരീരത്തെ മോശമാക്കിയവൻ എന്തായി? പരാജയപ്പെട്ടു പോയി. വഖദ് ഖാബ, തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോയി. മന്ദസ്സാഹാ, ആ ശരീരത്തെ മോശമാക്കിയവൻ. ദസ് പറഞ്ഞതാ ഹഖറാന്നാണ്, നിന്ദ്യമാക്കുക, മോശമാക്കുക. എന്നിട്ട് പറയുന്നത് സമൂദ് ഗോത്രക്കാരെ സംബന്ധിച്ചാണ്. കസ്സബത്ത് സമൂദു ബിത്തഖ്വാഹ. വിശദീകരണം ചുരുക്കിയിട്ട് നിർത്തുകയാണ്. കസ്സബത്ത് സമൂദ് ഗോത്രക്കാര് കളവാക്കി ബിത്തഖ്വാഹ. ഏതിനെ? കസ്സബത്ത് സമൂദ് ഗോത്രക്കാർ കളവാക്കി ബിത്തഖ്വാഹ, അവരുടെ തുഗ്യാൻ കാരണമായിക്കൊണ്ട്, അവരുടെ അധർമ്മം കാരണമായിക്കൊണ്ട് അവര് എന്ത് ചെയ്തു? സമൂദ് ഗോത്രക്കാര് അവരുടെ നബിയെ കളവാക്കി എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം എന്താണെന്നറിയ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ കളവാക്കി എന്നാണ്. അപ്പോ കസ്സബത്ത് സമൂദ് ഗോത്രക്കാർ കളവാക്കി. എന്തിനെ? ബിത്തഖ്വാഹ, അവരുടെ ഏതിനെ? ശിക്ഷയെ കളവാക്കി. ഈ തഖ്വ എന്ന് പറഞ്ഞാല് അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മുജാവസത്തുൽ ഖദരിൽ മുഅ്താദ് എന്നാണ്. സാധാരണക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് എന്ന് പറയും തഖ്വ എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ശിക്ഷ ഇറക്കാൻ പോകുന്നുണ്ട്. സാധാരണക്ക് വിപരീതമാണ്, അസാധാരണമായ ശിക്ഷയാണ് ഇറക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് അവരുടെ നബി അവരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഒരിക്കലും തന്നെ ഒട്ടകത്തെ ഉണ്ടാക്കാൻ പാടില്ല, കൊല്ലരുത്, അതിനെ സംരക്ഷിച്ച് നിർത്തണം എന്ന് നബി പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ ശിക്ഷയെ അവർ കളവാക്കി എന്നാണ്. അവ രണ്ട് രീതിയിൽ ഇതിന്റെ തഫ്സീറുണ്ട്. ഒന്ന്, അവരുടെ അധർമ്മം കാരണം അവർ നബിയെ കളവാക്കി എന്നൊരു തഫ്സീർ. മറ്റൊരു തഫ്സീർ, അവര് എന്ത് ചെയ്തു? അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെ അവർ കളവാക്കി. കസ്സബത്ത് സമൂദ് ബിത്തഖ്വാ, ഐ കസ്സബത്ത് സമൂദ് നബിയഹാ ബിസബബി തുഗ്യാനിഹാ എന്നർത്ഥം. അങ്ങനെ ഇതിൻ ബഅസ അശ്ഖാഹാ, കളവാക്കി എന്ന് മാത്രമല്ല, ഇതിൻ ബഅസ, അവര് വളരെ ഉന്മേഷത്തോടെ മുന്നിട്ടിറങ്ങി. അല്ല, ഇതിൻ ബഅസ അശ്ഖാഹ, അവരിൽ നിന്ന് ഏറ്റവും പരാജിതനായ ആള് വളരെ ഉന്മേഷത്തോടെ മുന്നിട്ടിറങ്ങി. എന്തിന്? ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി. അതാണ് പറയാൻ പോകുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാഖത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, വല്ലദീ അഖറഹ, ആ നാഖത്ത് ഒട്ടകത്തെ കൊന്ന ആളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതി, ഇൻ ബഅസ അശ്ഖാഹ എന്ന ആയത്തും ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഇംബഅസ ലഹാ റജുലുൻ അസീസുൻ നാദിമുൻ മുനീഉൻ ഫീ റഹ്തിഹി മിസ്ല അബീ സമാ. അബൂ സമായെ പോലുള്ള ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യനായ ഒരു വ്യക്തിയാണ് ഈ സമൂദ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. മനസ്സിലായ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഖുദാർ ബിൻ സാലിഫ് എന്നാണ്. ഒരു അർത്ഥം അങ്ങനെയാണ്, ഖുദാർ ബിൻ സാലിഫ് ആയിരുന്നു എന്ന്. അതല്ല, ഖുദാർ ബിൻ സാലിഫിന്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? പിന്നെ കൊല്ലാൻ മുന്നിട്ടിറങ്ങി എന്നാണ്. അതുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതദ്രീ മൻ അശ്ഖൽ അവ്വലീൻ, മുൻകാലത്തുള്ള പരാജിതരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പരാജിതൻ ആരാണെന്ന് നിനക്കറിയുമോ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖുൽതു, അപ്പൊ ഞാൻ പറയാം, അലി റളിയല്ലാഹു പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹും റസൂലിനും മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറുൻ നാഖാ, അത് ഒട്ടകത്തെ കൊന്ന വ്യക്തിയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രീ മൻ അശ്ഖൽ ആഖിരീൻ, പിൽക്കാലത്ത് വരുന്നവരിൽ ഏറ്റവും വലിയ ശഖീ പരാജിതൻ ആരാണെന്നറിയുമോ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഖുൽതു, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലാഹു അഅലം റസൂലുഹു, അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയൂ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാതിലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണത്. അലിയെ, നിന്നെ കൊല്ലുന്ന ആളാണ് പിൽക്കാലത്ത് വരുന്ന ആളുകളിൽ ഏറ്റവും വലിയ മോശക്കാരൻ. കണ്ടോ സഹോദരന്മാരെ, അലി റളിയല്ലാഹു കൊല്ലപ്പെടുന്ന എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ. അപ്പൊ അതാണ് ഇവിടെ എന്ത് ഇവിടെ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇരിമ്പഴത്ത അഷ്ഖാഹ എന്ന് പറഞ്ഞാല് ആ സമൂത് ഗോത്രക്കാരിൽ നിന്ന് ഏറ്റവും പരാജിതനായ വ്യക്തി മുന്നിട്ടിറങ്ങി. ഇംബാസ എന്ന് പറഞ്ഞാൽ ഉന്മേഷത്തോടെ ഉളരിപ്പോകുന്നതിനാണ് ഇംബാസ എന്ന് പറയാം. അല്ലാതെന്തല്ല, പിന്നെ ഈ രാത്രിയുടെ ഇരുളിന്റെ മറവിൽ ചില ആളുകൾ കൊലപാതകം നടത്തലുണ്ടല്ലോ, അവർക്ക് വലിയ ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും പിടികൂടുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുക, രാത്രിയുടെ ഇരുളിലാണ് അവര് ആളുകളെ കൊല്ലാൻ നടക്കുക. ഇതങ്ങനല്ല, വളരെ ഉന്മേഷത്തോടു കൂടി എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെയായിരുന്നു ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയത്. നോക്കൂ നിങ്ങള്, അങ്ങനെ ഇറങ്ങിയപ്പോൾ ഫഖാല ലഹും, അവരോട് പറഞ്ഞു എന്ത്? റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാകുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയാഹാ, നാഖത്തല്ലാഹി, അല്ലാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, വസുഖിയാഹാ, അതിന്റെ പാനീയത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഒട്ടകത്തെ ആവശ്യപ്പെട്ടു സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ്, നിങ്ങൾ സത്യവാനാണ് എങ്കിൽ ഈ പാറയിൽ നിന്ന് ഒരു ഒട്ടകത്തെ, ഗർഭിണിയായ ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ ഒട്ടകം പ്രസവിക്കുകയും ചെയ്യണമെന്ന ഒരു നിർദ്ദേശം സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായിട്ട് അവർക്ക് കൊടുത്തതാണ് ഈ ഒട്ടകവും കുട്ടിയും. പക്ഷേ അല്ലാഹു അങ്ങനെ ഒരു ഒട്ടകത്തെയും കുട്ടിയെയും കൊടുത്തപ്പോൾ അല്ലാഹു ഒരു നിർദ്ദേശം വെച്ചിരുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ ഒട്ടകത്തെ കൊല്ലരുത്. മനസ്സിലായ? ഒട്ടകത്തെ നിങ്ങൾ കൊല്ലരുത്. ആ ഒട്ടകത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം?
ഒരു ദിവസം അതിന് വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത ദിവസങ്ങളെ അങ്ങനെയായിരുന്നു ഒട്ടകം അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ കഴിയും. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാൻ കഴിയും. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ, ഇത് ആയത്തായിക്കൊണ്ട് ദൃഷ്ടാന്തമായിക്കൊണ്ട് നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ ഒട്ടകമാണിത്. അതുകൊണ്ട് ഫദറൂഹാ, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കുക, ഒഴിവാക്കുക. തഅ്കുലു ഫിൽ അർളി, അത് ഭൂമിയിൽ അങ്ങനെ നടന്ന് ഭക്ഷിച്ചോട്ടെ, നിങ്ങൾ അതിനെ വിട്ടേക്കൂ. വലാ തമസ്സുഹാ ബിസൂഇൻ ഫയഖുദകും അദാബുൻ അലീം. വലാ തമസ്സുഹാ ബിസൂഇൻ, മോശമായ രീതിയിൽ നിങ്ങൾ അതിനെ സ്പർശിക്കരുത്, അതിനെ മോശമായ രീതിയിൽ സമീപിക്കരുത്. അങ്ങനെ നിങ്ങൾ ഈ ഒട്ടകത്തെ മോശമായ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഫയഖുദുകും അദാബുൻ അലീം, നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ വരാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടകത്തെ ഈ പാറയിൽ നിന്ന് ഇപ്പോഴുണ്ടെന്നാണ്. ആ പാറയുടെ ആ ദൂരം എവിടെയാണ് യമനിലാ, എവിടെയാണ് സ്ഥലത്താന്ന് തോന്നുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇങ്ങനെ ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ജഅലലഹും, അവർക്ക് അല്ലാഹു ആക്കിക്കൊടുത്തു എന്ത്? ശിർബയൗമിൻ, ഒരു ദിവസം വെള്ളം കുടിക്കുക. നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിക്കുക. പിന്നെ വീരിഹിം, ശിർബയൗമിൻ വീരിഹിം. വലഹായി, ഒട്ടകത്തിന് അല്ലാഹു ആക്കിക്കൊടുത്തു ശിർബയൗമിൻ മക്കാനദാലിക്, ആ ദിവസത്തിന്റെ സ്ഥാനത്ത് ഒട്ടകത്തിനും. ആ ഒട്ടകത്തിന് ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ടായിരുന്നു. വെള്ളം കുടിക്കാത്ത ദിവസം ഒട്ടകത്തിന് പാലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ്. പക്ഷേ ഇതവർക്ക് വലിയ വിഷമായി. ഉണ്ടാവില്ല, ഈ അസൂയാലുക്കളായ ആളുകൾക്ക് എപ്പോഴും വിഷമാണല്ലോ. ഇപ്പൊ ശക്തദാലിക്കായി ജനങ്ങൾക്ക് വലിയ വിഷമായി. അപ്പൊ അവരെന്ത് ചെയ്ത് ആസൂത്രണം ചെയ്യാൻ, ഇതെങ്ങനെങ്കിലും നമുക്ക് തകർക്കണം. ഇതിങ്ങനെ ഇന്ത്യ രാജ്യത്തൊക്കെ ഒട്ടക്കും വ്യാപകമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ നമുക്കൊരു ചൂരും പേരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെങ്ങനെങ്കിലും തകർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ പിന്നെ അവര് കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. അതാ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഒട്ടകത്തെ അറുക്കുന്നത്. നോക്കി നിങ്ങള്. ഫഖാല ലഹും, അവരോട് പറഞ്ഞു റസൂലുള്ളാഹി, അവരുടെ റസൂലാവുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നാഖത്ത എന്ന് പറഞ്ഞത് മൻസൂബുൻ അല തഹ്ദീർ എന്നാണ്. നമ്മൾ പറിച്ചില്ലേ, സി ഡി നിറച്ചില്ലേ? സി ഡിയെ പേടിക്കണം, ക്ലിപ്പിനെ പേടിക്കണം എന്നുള്ള അർത്ഥത്തിന് ക്ലിപ്പ് എന്ന് പറയും. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിച്ചോളിയും ക്ലിപ്പ് വരണേന്ന്. അല്ലെങ്കിൽ ജിസാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയും പറയും. ഇപ്പൊ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ജിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ എല്ലാരും പേടിച്ചോളി എന്നുള്ള അർത്ഥത്തിലാണ്. അത് തഹ്ദീറിന് വേണ്ടിയുള്ള മൻസൂബാണത്. മൻസൂബുൻ ലി തഹ്ദീർ. നാഖത്തല്ലാഹ്, നമ്മൾ പറയും അസദ് എന്ന് പറയും, സിംഹം, കുട്ടി എന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായി കഴിഞ്ഞാല് കുട്ടി എന്ന് പറയും. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? കുട്ടി പറഞ്ഞാൽ കുട്ടിയുണ്ട് എന്നല്ല, കുട്ടിയെ നോക്കിയാ കുട്ടി അവിടെ പുകാൻ പോകുന്ന. അപ്പൊ സഹോദരന്മാരെ, ആ അർത്ഥത്തിനാണ് ഇവിടെ എന്ത് ചെയ്യണത്? ഫഖാല ലഹും റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അതാണ് ഈ ഹിദറൂ നാഖത്തല്ലാഹ്. നല്ല വേറൊരത്തോടെ പറയുന്നത് ഹിദറൂ നാഖത്തല്ലാഹ്, അള്ളാന്റെ ഒട്ടകത്തെ നിങ്ങൾ ഒഴിവാക്കി കളയുന്നു. ആ തഫ്സീറിനോടാണ് നേരത്തെ പറഞ്ഞ് നമ്മുടെ ആയത്ത് കൂടുതൽ ഫിറ്റ് ആവുന്നത്. എന്ത് നമ്മൾ പറഞ്ഞില്ലേ? ടൈമായി നിർത്താൻ പോകണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഫകദ്ദബൂഹു, അവര് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കളവാക്കി. ഫഅഖറൂഹാ, ഒട്ടകത്തെ അവർ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ
കൊന്നുകളഞ്ഞപ്പോൾ ഫദംദമ അലൈഹിം അവരുടെ മേൽ അല്ലാഹു ശിക്ഷ ഇറക്കി. ഫദംദമ അലൈഹിം അവരുടെ മേൽ അല്ലാഹു റബ്ബുഹും അവരുടെ രക്ഷിതാവുടെ മേൽ ശിക്ഷ ഇറക്കി. ബിദംബിഹിം അവരുടെ കുറ്റം കാരണം കൊണ്ട്. അതായത് ഫഅഹ്ലകഹുമുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. വദമ്മറഹും അവരെ ചിന്ന ഭിന്നമാക്കി. ഓരോരുത്തരെ തൊട്ടും ഈ ഇതിനർത്ഥതാണ് ദംദമ ദംദമ എന്ന് പറഞ്ഞാണ്. ഓരോരുത്തരും മറ്റൊരാളുടെ മേലിൽ എന്ത് ചെയ്യും വീഴുന്ന രീതിയിൽ അങ്ങോട്ട് നശിപ്പിച്ചു എന്നാണ്. നിർത്തുകയാണ്, വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഫസവ്വാഹ എല്ലാവരെയും അങ്ങോട്ട് എന്താക്കി, ചെറിയവര് എന്നോ വലിയവര് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമമായ രീതിയിൽ തന്നെ അല്ലാഹു അവരെ ശിക്ഷിച്ചു. വലാ യഖാഫു ഉഖ്ബാഹാ വലാ യഖാഫു അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്നില്ല ആഖിബത ഇഹ്ലാകിഹിം വതദ്മീരിഹിം അവരുടെ ഈ നാശത്തിന്റെ അന്ത്യം പരിണിതി ഒരിക്കലും തന്നെ അല്ലാഹു ഭയപ്പെടുന്നേയില്ല. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു എന്നാണ്. നേരം വയ്യ ഇവരെ നശിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാലേ, എല്ലാവരെയും നശിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വെറും കുദാറ് മാത്രമല്ല, അവരോടുകൂടെ എല്ലാവരും ഇറങ്ങി വന്നിരുന്നു എന്നാണ്. കുട്ടികളും മക്കളും പെണ്ണുങ്ങളും ആണുങ്ങളും ചെറിയവരും വലിയവരും എല്ലാ ആളുകളും കുദാറിനോടുകൂടെ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി മുന്നിട്ടിറങ്ങി വന്നിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എന്ന് അറിയിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ